വയനാട് വീണ്ടും കടുവയുടെ ആക്രമണം നടന്നിരിക്കുകയാണ്. വയനാട് പുൽപ്പള്ളിയിൽ ആണ് കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. സുരഭി കവലയിൽ ആടിനെ കൊന്നു. പാലമറ്റം സുനിലിന്റെ വീട്ടിലെ ആടിനെയാണ് കൊന്നത്. ജിൻസ് ആണ് ചേരുന്നത്. ജിൻസ്, കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ തണ്ണീർക്കൊമ്പൻ ഇറങ്ങുകയും അതിനെ മയക്കുവെടി വെച്ച് തിരികെ കയറ്റുകയും പിന്നീട് ഈ ആന ചെരിയുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. എന്തായാലും വയനാട്ടിൽ നിന്ന് തുടർച്ചയായി ഇത്തരം വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ആടിനെ കൊന്നു എന്നതിനപ്പുറത്ത് കൂടുതൽ ആക്രമണങ്ങൾ കടുവയുടെ ഭാഗത്ത് നിന്നുണ്ടായതായി റിപ്പോർട്ടുകളുണ്ടോ? അഭിലാഷ്, വീണ്ടും ഈ പുൽപ്പള്ളി സുരഭി കവലയിലാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പാലമറ്റം സുനിലിന്റെ 2.5 വയസ്സ് പ്രായമുള്ള ആടിനെയാണ് ഇന്നലെ രാത്രി ഈ കടുവ ആക്രമിച്ചു കൊന്നത്. ഈ കൂട്ടിൽ നിന്നായിരുന്നു ഈ ആടിനെ ഈ കടുവ പിടികൂടുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ വീട്ടുകാർ ഈ കൂട്ടിലെത്തിയപ്പോഴാണ് ഈ ആടിന്റെ ജഡം ഭാഗികമായി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും ഈ താന്നിത്തെരുവ് മേഖലയിൽ ശോശാമ്മയുടെ 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയും ഈ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. മേഖലയിൽ പലതവണയായി ഈ കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ നേരിൽ കാണുന്നുണ്ടായിരുന്നു. 1 മാസത്തിനിടെ 4 വളർത്തുമൃഗങ്ങളാണ് ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിലും ഈ കടുവയുടെ ദൃശ്യങ്ങളെല്ലാം പതിഞ്ഞതായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുകയും അതിനുശേഷം ഈ മേഖലയിൽ കൂടുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കൂട്ടിൽ ഇതുവരെയായും ഈ കടുവ കയറാത്തതിൽ വലിയ ഒരു ആശങ്കയാണ് നിലവിലുള്ളത്. ഇതിനെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ജിൻസ് ഈ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ വനംവകുപ്പ് അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഒരേ കടുവ തന്നെയാണ് ഈ പ്രദേശത്ത് വരുന്നതും ആക്രമണങ്ങൾ നടത്തുന്നതും എന്നാണോ വനംവകുപ്പിന്റെ നിഗമനം? തീർച്ചയായും ഈ മേഖലയിൽ പലതവണ കടുവയെ കണ്ടതും ഈ വനംവകുപ്പിന്റെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞതുമെല്ലാം ഒരേ കടുവയാണെന്ന് നേരത്തെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് വീണ്ടും ഈ മേഖലയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത്. ആളുകളെല്ലാം തന്നെ കടുത്ത ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് ഇതിനെ പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മാസത്തിനിടെ 4 വളർത്തുമൃഗങ്ങളാണ് ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അഭിലാഷ്, വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. പാലമറ്റം സുനിലിന്റെ വീട്ടിലെ ആടിനെ ആണ് ഇപ്പോൾ കൊന്നിട്ടുള്ളത്. പരിസരവാസികൾ വീണ്ടും വലിയ ആശങ്കയിലാവുകയാണ്. മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വന്യമൃഗ ജീവികളുടെ ശല്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു മാനന്തവാടിയിൽ തണ്ണീർക്കൊമ്പൻ ഇറങ്ങുകയും മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തുകയും ഒക്കെ ചെയ്തത്. അത് പിന്നീട് കണ്ണീർ വാർത്തയായി മാറിയ സാഹചര്യവുമുണ്ട്. മയക്കുവെടിയേറ്റ തണ്ണീർക്കൊമ്പൻ പിന്നീട് ചെരിയുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വയനാട്ടിലെ പല പ്രദേശങ്ങളിലും വലിയ തോതിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. തുടർച്ചയായാണ് കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു 7 മണി മുതൽ ഇവിടെ ഭയങ്കര പട്ടിക്കൊര, എൻ്റെ പട്ടിയാണെങ്കിലും ഭയങ്കര കുരയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഇതിലെ പന്നി സ്ഥിരമായിട്ട് ഇതിലെ വരുന്നതുകൊണ്ട് പന്നിയായിരിക്കും എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇരുന്നത്. പക്ഷേ ഇന്ന് നേരം പുറത്ത് ഇതിനൊരു കുഞ്ഞുങ്ങളുള്ള ഒരാടാണ്. അപ്പോൾ അതിനെ കുടിപ്പിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ആടിനെ കൂട്ടിൽ കാണാതപ്പം അങ്ങനെ അന്വേഷിച്ച് പറമ്പിലും തെരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. ഏകദേശം ഒരു 10-40 കിലോയ്ക്ക് മേലെ ഉള്ള ഒരു ആടാണിത്. അപ്പോൾ വളരെ നല്ല ഇനത്തിൽപ്പെട്ടതും നല്ല പാലുള്ളതുമായ ഒരു ആടായിരുന്നു. ഇത്ര ഒരു സാഹചര്യത്തിൽ ഇതിപ്പം ജനങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ തോട്ടത്തിൽ തൊഴിൽ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. നമ്മൾ കാടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവിടെ യാതൊരു എപ്പോഴാണെന്നറിയാമോ? ഇന്നലെ ഏകദേശം ഒരു 8 മണിയോട് കൂടിയാണ്. കാരണം 8 മണിക്ക് ഞാനിവിടെ രണ്ടാമത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഈ പട്ടികോര എവിടെയുണ്ട്. ഏകദേശം 8 മണി ആയപ്പോഴും ഇവിടെ ഈ സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പം അതായിരിക്കണം പട്ടി കുറച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ ഇന്ന് നേരം മുഴുവൻ ആടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. 4 കാലും അതിൻ്റെ ഇതും മാത്രമേ ഉള്ളൂ, വേസ്റ്റും മാത്രമേ ഉള്ളൂ. തല വരെ കാണാനില്ല. സംവിധാനം സർക്കാർ ചെയ്ത് തരണം. അല്ലാതെ നമ്മളിപ്പോൾ കൊണ്ടുപോകാനാ ഈ നാടും വീടൊക്കെ വിട്ടിട്ട് വടുവാ പേടിച്ച് പോകാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ ഈ പരിസരത്തെല്ലാം വീടുകളാണ്, അടുത്തടുത്ത വീടുകളാണ്.
എങ്ങനെ രാത്രി നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങും? ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ അടുത്ത് ഓടിച്ചെല്ലാൻ പറ്റുമോ ഇത് പേടിച്ചിട്ട്? വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, വനത്തിൽ നിന്ന് കിലോമീറ്ററുകൾ മാറി താമസിക്കുന്നവർക്ക് പോലും വന്യമൃഗത്തിന്റെ ശല്യമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത്